ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഉപമയാണ്. ഈ ഉപമ അവതരിപ്പിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ ഉപമയിൽ പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിന് 3 കുറവുകളുണ്ട്. ആ കുറവുകൾ എന്താണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ കുറവുകൾ നികത്താൻ പറ്റും. 4-5 പോസിറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട്, നന്മകളുണ്ട്. അത് അറിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പെട്ടതല്ല, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വീട്ടപ്പന്മാർ, വീട്ടമ്മമാർ, ബിസിനസ്സുകാർ, ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നു വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവർക്ക് ഈ 3 കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കുക. 4-5 നന്മകൾ കണ്ടെത്തി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇത് ഒരു 2 മിനിറ്റ് ഉണ്ടായാൽ വായിക്കാനായിട്ട് കഴിയും. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ഉപമകളും, യേശു പറഞ്ഞിട്ടുള്ള എല്ലാ ഉപമകളുടെയും കഥാനായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരാളാണ്, അത് യേശു തന്നെയാണ്. ആ ഉപമകളുടെ എല്ലാം കഥാനായകൻ ആ പറഞ്ഞ യേശു തന്നെയാണ്. ഇത് കൂടാതെ യേശു അവതരിപ്പിക്കുന്ന ഒരു നായകനുണ്ട്. ആ നായകനെ നമ്മൾ കാണുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 46 മുതലുള്ള തിരുവചനങ്ങളാണ്. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തമിയോസിൻ്റെ പുത്രനായ ബർത്തമിയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവരോട് പറഞ്ഞു, ഗുരോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഈ തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കുന്നത്. 2 ഭാഗമായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് ഈ അന്ധയാചകൻ്റെ ചിത്രം എന്തുകൊണ്ടാണ് മിഴിവ് കുറഞ്ഞതായിരിക്കുന്നത് എന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഈ അന്ധയാചകൻ്റെ ചിത്രം നമ്മൾ ആദ്യം നോക്കുമ്പോൾ മോശപ്പെട്ടൊരു ചിത്രമാണ്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം അവൻ അന്ധനായിരുന്നു എന്നുള്ളതാണ്. അന്ധന് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയുകയില്ല. അത് അവൻ്റെ ഒരു പോരായ്മ, എല്ലാ അന്ധന്മാരുടെയും പോരായ്മയാണ്. പണ്ട് ശാസ്ത്രത്തിൽ ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതെന്താണെന്നോ, പ്രകാശം വരുന്നത് ഒരാളുടെ കണ്ണിൽ നിന്നാണെന്നാണ്. പ്രകാശം ഉണ്ടെങ്കിലേ കാണാൻ കഴിയൂ. ആ പ്രകാശം വരുന്നത് ഒരുത്തൻ്റെ കണ്ണിൽ നിന്നാണ് എന്നായിരുന്നു ചിന്ത. ആദ്യത്തെ തിയറി, ലൈറ്റിനെ കുറിച്ചുള്ള ഒന്നാമത്തെ തിയറി അതാണ്. അവർ അത് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. ആ പ്രകാശം അവൻ്റെ കണ്ണിൽ നിന്ന് വരാത്തത് കൊണ്ടാണ്
അവന് കാണാൻ കഴിയാത്തത്. അതുപോലെ ഒരുത്തൻ കണ്ണ് അടച്ചാൽ അവന് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവന് പ്രകാശം പുറത്തേക്ക് വരുന്നില്ല. ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ തിയറി. അത് എന്തുമാകട്ടെ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കാഴ്ചയില്ലായിരുന്നു. കാഴ്ചയില്ലാത്തത് ഒരു കുറവാണ്. നമുക്ക് ആ കുറവുണ്ടോ ഇല്ലയോ? ഇല്ലല്ലോ. നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന 2 കണ്ണുകൾ തമ്പുരാൻ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ അന്ധയാചകനേക്കാൾ, ആ അന്ധനേക്കാൾ വ്യത്യസ്തരാണോ? അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പല കുട്ടികളുടെയും പെരുമാറ്റം കാണുമ്പോൾ, പല മാതാപിതാക്കളുടെയും ഒക്കെ ശ്രദ്ധക്കുറവ് കാണുമ്പോൾ, കുട്ടികൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു. അത് അവരുടെ സീനിയേഴ്സിൽ കാണുന്ന ഒരു കാര്യമാണ്. ആ സീനിയേഴ്സായിട്ടുള്ള കുട്ടികൾ ആ പോയ വഴിക്ക് തന്നെ അവർ പോവുകയാണ്. ആ വഴിതെറ്റിപ്പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് കണ്ണുകളുണ്ടായിട്ടും സാധിക്കുന്നില്ല എന്നുള്ളത് അവർ കാണുന്നുണ്ട്. നമ്മുടെ പ്രീവിയസ് ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടി ഏതെങ്കിലും പ്രേമബന്ധത്തിൽ പെട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെയൊക്കെ ബന്ധങ്ങളിൽ പെട്ട് മോശമായി പോയ ചരിത്രം അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിൽ നിന്നൊരു പാഠം പഠിച്ച് അവർ നേരെയാകുന്നില്ല. അതുകൊണ്ട് അവർക്ക് കണ്ണുണ്ടെങ്കിലും കണ്ണില്ലാത്ത ഒരു അന്ധനെ പോലെയാണ്. ഇതുപോലെ തന്നെയാണ് പല മാതാപിതാക്കളും. തൊട്ടടുത്ത വീട്ടിലെ മക്കൾ കേടുവന്നു പോയത് ഏതെല്ലാം കൂട്ടുകെട്ടുകളിലൂടെയാണ് എന്നൊക്കെ അവർ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ തങ്ങളുടെ മക്കൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽപ്പെട്ട് മോശമായ വിധത്തിൽ പോകാതിരിക്കാൻ അവർ ഒരു മുൻകരുതൽ എടുക്കുന്നില്ല. അവർക്ക് കണ്ണുണ്ടായിരുന്നു, ആ കണ്ണുകൊണ്ട് അവർ കണ്ടതാണ്, എന്നിട്ടും അവർ മുൻകരുതൽ എടുത്തില്ല. അത് ഈ അന്ധനെ പോലെ ആയതുകൊണ്ടാണ്. കണ്ണുണ്ടായിട്ടും അവർ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദൈവം കണ്ണുകൾ തന്നിട്ടുള്ളത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെയാണ്. നല്ല കാര്യങ്ങൾ കണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ കോഷ്യസായിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു ഒരുക്കം നമ്മളിൽ ഉണ്ടാകുക. ഇതൊക്കെയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അതാണ്, അന്ധന് കാഴ്ച കൊടുത്ത യേശുവേ, ആവശ്യമുള്ളത് മാത്രം കാണാനുള്ള കൃപ എനിക്ക് നൽകണമേ. ആവശ്യമുള്ളത് മുഴുവൻ കാണാനുള്ള കൃപയും എനിക്ക് നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥന അത് ഉണ്ടായിരിക്കണം എന്നാണ്. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം യേശു ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി യേശുവിനോട് സംസാരിക്കാറുണ്ട്. അതിലൊന്ന് ഇതാണ്, അന്ധന് കാഴ്ച കൊടുത്ത യേശുവേ, ആവശ്യമുള്ളത് മാത്രം കാണുവാനുള്ള കൃപ എനിക്ക് നൽകണമേ, ആവശ്യമുള്ളത് മുഴുവൻ കാണാനുള്ള കൃപയും എനിക്ക് നൽകണമേ എന്ന്. നമ്മുടെ കണ്ണുകളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആവശ്യമില്ലാത്തതൊന്നും കാണാതിരിക്കുന്നതിനും ആവശ്യമുള്ളതെല്ലാം തന്നെ കാണുന്നതിനും ഉള്ള കൃപ, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് കണ്ണിനെ കുറിച്ചാണ്. രണ്ടാമത്തേത്, അവൻ യാചകനായിരുന്നു. യാചകൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് എരന്നു വാങ്ങുന്നവനാണ്. ഏത് യാചകനും ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കിട്ടണമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്നവർ, അത് ഒരു പോരായ്മയാണ്. അവന് കൊടുക്കാനൊന്നുമില്ല. അത് വലിയ ഒരു പോരായ്മയാണ്. ഈ പോരായ്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളും കൊടുക്കാൻ ഒന്നും ഇല്ലാത്തവരാണോ? ഉണ്ടാകണം. നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാകണം.
എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാകേണ്ടത്? പണം ഉണ്ടാകുന്നത് നല്ലതാണ്. സമ്പത്ത്, പലതരത്തിലുള്ള സമ്പത്തുണ്ട്. അതിലൊന്ന് പണം ഒരു സമ്പത്താണ്. അത് മറ്റുള്ളവർക്ക് ആവശ്യത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മൾ അത് നേടണം. ഈ ചിന്ത നമുക്കുണ്ടാകണം, സംശയമൊന്നുമില്ല. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി കൂട്ടിവെക്കാൻ മാത്രമല്ല, അതിനു വേണ്ടി നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ മക്കൾക്കുമൊക്കെ വേണ്ടി ആരാണ് പിന്നെ തരിക? അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ നേടിവെക്കുക തന്നെ വേണം. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. എന്നാൽ ആവശ്യക്കാരായി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് വേണ്ടത് കൊടുക്കാനും നമ്മുടെ കയ്യിലുണ്ടാവണം. സമ്പത്ത് മാത്രമല്ല, നമുക്ക് അറിവ് വലിയ ചിലവില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. എത്രയോ പേർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മൾ അറിവ് സമ്പാദിക്കണം. അറിവ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കഠിനമായ അധ്വാനത്തിലൂടെ അറിവ് ഉണ്ടാക്കിയെടുക്കണം. അത് വായനയിലൂടെ ആവാം, ശ്രവണത്തിലൂടെ ആകാം. എന്തൊക്കെ മാർഗങ്ങളുണ്ട് അറിവുണ്ടാക്കിയെടുക്കാൻ. അറിവ് ഉണ്ടാക്കിയെടുത്ത് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയണം. പലപ്പോഴും അതൊന്നും ചെയ്യുന്നില്ല. എന്ത് അറിവ് കിട്ടിയാലും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കില്ല, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കില്ല. അതുപോലെ നമുക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട്, ശരീരം കൊണ്ട് സഹായം ചെയ്യാനായിട്ട് എത്രയോ പേർക്ക് കഴിയും. ശരീരം കൊണ്ട് സഹായം ചെയ്യാനായിട്ട് അവശത അനുഭവിക്കുന്ന എത്രയോ വ്യക്തികൾ, പാവപ്പെട്ടവർ എത്രയോ ഉണ്ട്. അവർക്കൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, അപ്പോൾ ആരോഗ്യം ഉണ്ടാക്കണം. മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ ആരോഗ്യം ഉണ്ടാകണം. ആ ആരോഗ്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതുപോലെ സ്നേഹം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും സ്നേഹമൊന്നും ആരും കൊടുക്കുന്നില്ല ആർക്കും. നമുക്കൊരു ചിലവുമില്ലാത്തതാണ് ആ സ്നേഹം കൊടുക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുക എന്നുള്ളത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കാറില്ല. ഇതൊക്കെ നമ്മൾ ആ അന്ധയാചകനിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അവൻ്റെ ചിത്രം മോശമായതുപോലെ നമ്മുടെ ചിത്രം മോശമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതാണ്. മൂന്നാമത് ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ കുറവായിട്ട് കാണുന്നത്, മൂന്നാമത്തേത്, അത് അവൻ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവൻ മുഴുവൻ നേരം ഇരിക്കുകയായിരുന്നു. അന്ധന്മാർ അങ്ങനെ ഇരിക്കുന്ന അവന് ഒരു ഒരു അലസത, പ്രവർത്തന രാഹിത്യം, അതാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്ന ആളുകൾ ഓർക്കണം, അവരുടെ ചിത്രം മറ്റുള്ളവരുടെ മുന്നിൽ മോശമായ ചിത്രമായിരിക്കും. മിഴിവ് ഉണ്ടാവില്ല. അധ്വാനിക്കുന്നവനെ, ധാരാളമായി അധ്വാനിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരെപ്പറ്റി ഒരു നല്ല അഭിപ്രായം തോന്നില്ലേ? അധ്വാനിക്കുന്നവരെ കാണുമ്പോൾ. അതോ അവൻ അധ്വാനിക്കുന്നു, അവൻ എന്ത് മോശക്കാരനാണ് എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ എന്തോ തെറ്റുണ്ട്. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, അവൻ അധ്വാനിക്കുന്നു, അവൻ നല്ലൊരു അധ്വാനിയാണ്. ഇത് അവൻ്റെ ചിത്രത്തിന് മിഴിവ് നൽകുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ചിത്രത്തിനും മിഴിവ് നൽകുന്ന ഒന്നാണ് അധ്വാനിക്കുക എന്നുള്ളത്. കുട്ടികൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ ചിലരൊക്കെ നന്നായി അധ്വാനിക്കുന്നവരായിട്ട് മറ്റുള്ളവർ കാണും. അവരെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ ഉണ്ടാകുള്ളൂ? ഒരു അധ്യാപകന് അധ്വാനിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് മോശം അഭിപ്രായമാണോ നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായമാണ് ഉണ്ടാവുക, ഉറപ്പല്ലേ? അധ്വാനിക്കാത്തൊരു കുട്ടിയെക്കുറിച്ച് ആ അധ്യാപകന് നല്ല അഭിപ്രായം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കും പരസ്പരം അങ്ങനെ തന്നെ. നന്നായി പഠിക്കുന്ന, അധ്വാനിക്കുന്ന, റെഗുലറായിട്ടുള്ള ഒരു കുട്ടിയെക്കുറിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് അസൂയയല്ല തോന്നേണ്ടത്, അവർക്ക് ആ കുട്ടിയെക്കുറിച്ചൊരു അഭിനന്ദനം ഉണ്ടാകണം. എനിക്ക് അവനെ അനുകരിക്കാൻ കഴിയണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ പ്രവർത്തന രാഹിത്യം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്.
ഞാനും എപ്പോഴും പ്രവർത്തന നിരതനാണ്. യേശുവൊക്കെ രാവിലെ മുതൽ രാത്രി വരെ സഞ്ചരിക്കുകയും ഓരോ വിധത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം രാത്രിയുടെ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായി പോയിരുന്നതൊക്കെ നിങ്ങൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അധ്വാനിക്കുന്ന എത്രയോ പേരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അവരെയൊക്കെ കാണുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യണം. നമ്മൾ നമ്മുടെ പ്രകൃതിയെ ഒന്ന് നോക്കൂ. സൂര്യൻ എപ്പോഴും നമ്മൾ കാണും. സൂര്യൻ അതെപ്പോഴും പ്രവർത്തന നിരതമാണ്. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു കോട്ടവും വരുന്നില്ല. ഒരു സെക്കൻഡ് ലേറ്റായിട്ടോ ഒരു സെക്കൻഡ് മുമ്പോ വരുന്നില്ല. ആ സൂര്യൻ എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെ ഉള്ളിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഹൈഡ്രജനും ഹീലിയവുമൊക്കെ കത്തി 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 ചൂടും പ്രകാശവും തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷമെങ്കിലും ആ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മുഴുവൻ സമയവും പ്രവർത്തന നിരതമാണ്. നിങ്ങൾ നക്ഷത്രങ്ങളെ നോക്കുക, അവയൊക്കെ ഇതുപോലെ തന്നെയാണ്. മൂണിനെ നോക്കുക, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുറ്റലിൽ എന്തെങ്കിലും വ്യത്യാസം എപ്പോഴെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. ആറ്റംസിനെ കുറിച്ച് നമുക്കറിയാം, അവ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൊളിക്യൂൾസിനെ കുറിച്ച് അറിയാം, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായുവിലെ പാർട്ടിക്കിൾസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെടിയെ നോക്കുക, ആ ചെടി എപ്പോഴും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു ചെടി എപ്പോഴും പ്രവർത്തന നിരതമാണ്. നമ്മുടെ ശരീരം നോക്കുക, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം എപ്പോഴെങ്കിലും തുടിപ്പ് നിർത്തുന്നുണ്ടോ? നമ്മൾ ഉറങ്ങുമ്പോൾ കുറച്ച് നേരത്തേക്ക് വിശ്രമിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശ്വാസകോശം അത് എപ്പോഴെങ്കിലും പണിമുടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ എല്ലാം തന്നെ നിരന്തരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അലസത പൂണ്ടവരായി മാറുകയാണ്. കാലത്ത് എഴുന്നേറ്റാൽ ഒന്ന് സ്റ്റാർട്ടാവാൻ എത്ര സമയമാണ് വേണ്ടത്? പല കുട്ടികൾക്കും മുതിർന്നവർക്കും അങ്ങനെ തന്നെയാണ്. ഒന്ന് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് സമയമെടുക്കുന്നു. അലസതയാണ്. അതുപോലെ പലപ്പോഴും ഒരു ഒഴിവ് കിട്ടിയാൽ അലസമായിരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി പലപ്പോഴും ഉണ്ടാകുന്നു. ഞാനൊക്കെ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഗുണവിശേഷമാണ്. അപ്പൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ആ ഇറയത്തിരുന്ന് അല്പനേരം ഒന്ന് വിശ്രമിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ പണിക്കാരുടെ അടുത്തെത്തും. ആ സമയമാകുമ്പോൾ പണിക്കാരുടെ അടുത്തെത്തും. പണിക്കാരുടെ അടുത്തെത്തിയാൽ പണിക്കാർക്ക് തുടർന്ന് ജോലി ചെയ്യാനായിട്ട് അപ്പനും അവരുടെ കൂടെ ജോലി ചെയ്യുകയും ചെയ്യും. ഇത് കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹിതനായി തൃശ്ശൂർ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫാദർ-ഇൻ-ലോനെ കണ്ടുപിടിച്ചു. അദ്ദേഹവും ഇതുപോലെ തന്നെ മുഴുവൻ നേരവും ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വിശ്രമ സമയം ഏറെ കണ്ടിട്ടില്ല. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുമായിരുന്നു. അപ്പോൾ അതിലേർപ്പെട്ട് മുഴുവൻ നേരവും ഇനി ഉറങ്ങുന്ന നേരത്ത് പോലും അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ആ ബിസിനസ്സും ആ ഇൻഡസ്ട്രിയും കുറിച്ചായിരുന്നു എന്നെനിക്കറിയാം, തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ മക്കളൊക്കെ കഠിനാധ്വാനികളായി മാറണമെങ്കിൽ ആദ്യം നമുക്ക് ആ ശീലം ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കൾ കണ്ടു പഠിക്കേണ്ട ഒരു ഇതാണ്. നമുക്ക് ഉണ്ടെങ്കിലേ ആ ശീലമുണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്കും ആ ശീലം ഉണ്ടാവുകയുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എനിക്ക് മോശമായി തോന്നിയത്. അത് 3ഉം നമ്മൾ കണ്ടെത്തി, നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തി, ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. ഇല്ല എങ്കിലോ, നിങ്ങളിലതില്ല എങ്കിൽ അത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കണം.
ഇനി ഇദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ചാണ്, നന്മകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 1-2 നന്മകൾ ആദ്യത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും. ബാക്കിയുള്ളവ രണ്ടാമത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഇവിടെ ഇദ്ദേഹത്തിലുണ്ടായിരുന്ന ഒന്നാമത്തേത്, അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും അദ്ദേഹത്തിന് ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. അതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ പോസിറ്റീവ് പോയിൻ്റ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ആണ് യേശു കടന്നു പോകുന്നത്. അന്നത്തെ കാലത്ത് റബ്ബിമാർ, ഗുരുക്കന്മാർ റോട്ടിലൂടെ നടന്നാണ് പഠിപ്പിക്കുക. ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നും പഠിപ്പിക്കും. എന്തായാലും അവർ നടന്നു പോകുമ്പോൾ അവരുടെ ചുറ്റും ആൾക്കാർ ഉണ്ടാവും, ശിഷ്യഗണങ്ങൾ. അപ്പോൾ ഈ ഗുരു ഒരു വാചകം പറയാണ്. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന ശിഷ്യഗണങ്ങൾ ആ വാചകം ഏറ്റുപറയും. അപ്പോൾ തൊട്ടടുത്ത വലയത്തിലുള്ളവർ കേൾക്കും. ആ വലയത്തിലുള്ളവർ വീണ്ടും ഏറ്റുപറയും. അപ്പോൾ തൊട്ടടുത്ത വലയത്തിലുള്ളവർ കേൾക്കും. അങ്ങനെയാണ് അന്ന് പബ്ലിക് അഡ്രസ് സിസ്റ്റമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വലിയ ഒരു ശിഷ്യഗണത്തെ, ഒരു ശിഷ്യ സഞ്ചയത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഗുരു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ശിഷ്യഗണങ്ങൾ ഗുരു പറയുന്നത് ഏറ്റുപറയുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ബഹളം തന്നെ ഉണ്ടാകും. ഒരു ഗുരുവിൻ്റെ കൂടെ ഒരു ശിഷ്യഗണവും ആ ശിഷ്യഗണത്തിൻ്റെ കൂടെ അവർ പഠിപ്പിക്കുന്ന ആ സ്വരവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തോ ഒരു സ്വരം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് എന്തൊരു ശല്യമായി എന്ന് വിചാരിക്കുകയല്ല ആ വ്യക്തി ചെയ്തത്. പകരം ആരാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി ഇത് ദാവീദിൻ്റെ പുത്രനായ യേശുവാണ് പോകുന്നത് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് യേശുവിനെ കുറിച്ച് അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഗുണമാണ്. ആദ്യം ഉണ്ടായിരുന്നത് ഉൾക്കാഴ്ചയാണ്. ആ ഉൾക്കാഴ്ച എന്താണ്? ഉൾക്കാഴ്ച യേശുവിനെ അപ്രോച്ച് ചെയ്താൽ എൻ്റെ ഈ അന്ധത മാറിക്കിട്ടും. ആ ഉൾക്കാഴ്ചയാണ് അവനെ ആദ്യമായിട്ട് വിളിച്ചു പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ആ ഉൾക്കാഴ്ച നമുക്കുണ്ടോ ഇല്ലയോ? ഒരു അവസരം വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള, അത് കണ്ടറിയാനും ഉപയോഗപ്പെടുത്താനും അതിനായിട്ടുള്ള ഒരു ത്രാണി, ഒരു കഴിവ് നമുക്കുണ്ടോ? നമ്മുടെ മക്കൾക്ക് നമ്മളത് വളർത്തിയെടുക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന ഭാഗം ഒരു വാചകം യേശു പറയുന്നുണ്ട്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അവന് കാഴ്ചയുണ്ടായിരുന്നില്ലെങ്കിലും അവൻ്റെ ഉൾക്കാഴ്ചയും അവൻ്റെ വിശ്വാസവും, ഇത് രണ്ടും നമുക്ക് അനുകരിക്കാവുന്ന 2 കാര്യങ്ങളാണ്. നമുക്ക് എത്രയോ നല്ല കാഴ്ചയുണ്ട്, ആകാശത്തിൻ്റെ അറ്റം വരെ കാണാനുള്ള കാഴ്ചയുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും നമുക്ക് ഉൾക്കാഴ്ചയില്ല എന്ന് മാത്രമല്ല, നമുക്ക് വിശ്വാസവുമില്ല. ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതെ പോയിരിക്കുന്നു. പലരും ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിലൂടെ എൻ്റെ ഈ കുറവ് നികത്തിയെടുക്കാൻ കഴിയും എന്ന് അവന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. നമുക്ക് പലർക്കും കഴിയുന്നില്ല. കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും ആ കുറവുകൾ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള ആ ബോധ്യം, ആ ഉൾക്കാഴ്ച, അത് നമ്മളിൽ പലർക്കും ഇല്ല. ഈ അന്ധയാചകന്, വഴിയരികിലിരുന്ന അന്ധയാചകന് ഈ 2 കാര്യങ്ങളും, ഈ ഉൾക്കാഴ്ചയും അതുപോലെ വിശ്വാസവും ഉണ്ടായിരുന്നു. തുടർന്ന് ഏതാനും നല്ല കാര്യങ്ങൾ കൂടി ആ വ്യക്തിയിൽ ഞാൻ കാണുന്നത് നിങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം.